ഗസയിലെ സൈനിക നടപടി അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് നെതന്യാഹുവിന്റെ വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന വിമർശനങ്ങൾ ഇസ്രായേലിൽ തന്നെ ഉയരുന്നുണ്ട്. അത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നവർ പലരും ചില്ലറക്കാരുമല്ല. മുൻ പ്രധാനമന്ത്രി, മുൻ സൈനിക മേധാവി മുതലുള്ള ആളുകളുണ്ട് അക്കൂട്ടത്തിൽ. ഇപ്പോഴും സൈന്യത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. കേസും കോളുമായി നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയും പ്രതിസന്ധിയിലാണ്. ഇതെല്ലാമാണ് ആ വ്യക്തി താൽപര്യങ്ങളും രാഷ്ട്രീയ താൽപര്യങ്ങളും. വിദേശത്തും സ്വന്തം മണ്ണിലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളായതോടെയാണ് നെതന്യാഹു പെട്ടെന്നൊരു നാൾ ഇറാന് നേരെ ആക്രമണം ആരംഭിക്കുന്നത്. നേരത്തെ വിമർശനം ഉയർത്തിയവർക്കെല്ലാം ഇറാൻ ഒരുപോലെ ശത്രുവാണ് എന്നതിനാൽ എല്ലാവരും തനിക്ക് പിന്നിൽ അണിനിരക്കുമെന്ന കുടില ബുദ്ധിയായിരുന്നു ഓപ്പറേഷന് പിന്നിൽ. ആണവ പരീക്ഷണവും ഭരണമാറ്റവുമെല്ലാം അതിനായി ഉണ്ടാക്കിയ കാരണങ്ങൾ മാത്രം. യുദ്ധം താൽക്കാലികമായി അവസാനിച്ചതോടെ നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ കോടതികളിലുള്ള അഴിമതി കേസുകളിൽ നിയമ നടപടികൾ പുനരാരംഭിക്കും എന്ന വാർത്തകൾ വരികയാണ്. ഇതോടെ സംരക്ഷണവുമായി സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഇസ്രായേലിനെ സംരക്ഷിച്ച പോലെ നെതന്യാഹുവിനെയും സംരക്ഷിക്കും എന്നാണ് US പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർത്ത വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ട്രൂത്ത് സോഷ്യൽ എന്ന സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്നലെ ട്രംപിന്റെ അസാധാരണ പോസ്റ്റ്. ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞാണ് നെതന്യാഹുവിനെതിരെ നടക്കുന്ന വിചാരണ നടപടികളിൽ അദ്ദേഹം വലിയ ഞെട്ടൽ രേഖപ്പെടുത്തിയത്. നെതന്യാഹുവിനെ മഹാനായ യോദ്ധാവ് എന്നാണ് പോസ്റ്റിൽ വിശേഷിപ്പിക്കുന്നത്. വലിയൊരു യുദ്ധകാലത്ത് ഇസ്രായേലിനെ നയിച്ച പ്രധാനമന്ത്രിക്കെതിരെ നീതിയുടെ പേര് പറഞ്ഞുള്ള വേട്ടയാടൽ പരിഹാസ്യമാണ്. അദ്ദേഹത്തിന് മാപ്പ് നൽകി കേസുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പോസ്റ്റിൽ ട്രംപ് ആവശ്യപ്പെട്ടു. ട്രംപിന്റെ പോസ്റ്റിലെ വാദങ്ങൾ വിശദമായി പറയാം. നെതന്യാഹുവിന്റെ ശക്തമായ നേതൃത്വത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദശാസന്ധികളിലൊന്നിലൂടെ കടന്നുപോയ ഇസ്രായേൽ അദ്ദേഹത്തിനെതിരായ വേട്ട തുടരുന്നത് പരിഹാസ്യമാണ്. മഹായുദ്ധകാലത്തെ പ്രധാനമന്ത്രിയാണ് നെതന്യാഹു. അദ്ദേഹവും ഞാനും ഒരുമിച്ചാണ് വലിയ ദുരിതങ്ങൾ താണ്ടിയത്. ഇസ്രായേലിന്റെ ദീർഘകാലമായുള്ള കടുത്ത ശത്രുവായ ഇറാനോട് പോരാടുകയായിരുന്നു ഞങ്ങൾ. ഈ വിശുദ്ധ ഭൂമിയെ ഇതിലും നന്നായും ശക്തമായും നെതന്യാഹുവിനെ സ്നേഹിക്കാനാകില്ല. മറ്റാരെങ്കിലുമായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നഷ്ടങ്ങളും നാണക്കേടും അരാജകത്വവുമായിരിക്കും നേരിടേണ്ടി വരിക. നെതന്യാഹു ഒരു പോരാളിയാണ്. ഒരുപക്ഷെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ അതുപോലെ മറ്റൊരു യോദ്ധാവ് ഉണ്ടാകില്ല. അസാധ്യമെന്ന് എല്ലാവരും കരുതിയ കാര്യങ്ങളാണ് അദ്ദേഹം സാധിച്ചെടുത്തത്. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ഉടൻ യാഥാർത്ഥ്യമാകാനിരുന്ന ആണവായുധങ്ങളിലൊന്ന് സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അതിജീവനത്തിനായി പോരാടുകയായിരുന്നു ഞങ്ങൾ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നെതന്യാഹുവിലും കഠിനവും കാര്യക്ഷമവുമായി പോരാടിയ മറ്റാരുമില്ല. ഇങ്ങനെയൊക്കെയായിട്ടും ദീർഘകാലമായി അദ്ദേഹം നേരിടുന്ന രാഷ്ട്രീയ പ്രേരിതമായ കേസിന്റെ തുടർ നടപടികൾക്കായി തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചതായി അറിഞ്ഞു. 2020 മെയ് മുതൽ അദ്ദേഹം ഈ ഹൊറർ ഷോയിലൂടെ കടന്നു പോവുകയാണ്. മുൻപ് കേൾക്കാത്ത സംഭവമാണിത്. ഒരു സിറ്റിംഗ് ഇസ്രായേലി പ്രധാനമന്ത്രി വിചാരണ നേരിടുന്നത് ഇതാദ്യമായാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുന്നത് എനിക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ്. ഇതിലും മികച്ചത് അദ്ദേഹവും ഇസ്രായേലും അർഹിക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ വിചാരണ ഉടൻ തന്നെ റദ്ദാക്കണം. അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഏറെ സംഭാവനകൾ ചെയ്ത ആ മഹാനായ പോരാളിക്ക് മാപ്പ് നൽകണം. അമേരിക്കൻ പ്രസിഡന്റായ ഞാനുമായി നെതന്യാഹുവിനേക്കാൾ മികച്ച പൊരുത്തത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റാരുമില്ല. ഇസ്രായേലിനെ രക്ഷിച്ചത് അമേരിക്കയാണ്. ഇനി നെതന്യാഹുവിനെ രക്ഷിക്കുന്നതും അമേരിക്കയായിരിക്കും. ഇങ്ങനെ നീതിയെ പരിഹസിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് US പ്രസിഡന്റ്. അഴിമതി, തട്ടിപ്പ്, വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള നിരവധി കേസുകളാണ് നെതന്യാഹു നേരിടുന്നത്. നെതന്യാഹുവും ഭാര്യ സാറയും ഹോളിവുഡ് നിർമ്മാതാവ് ആർണോൺ മിൽച്ചലിൽ നിന്നും മറ്റ് ധനികരിൽ നിന്നും ലക്ഷങ്ങളുടെ മൂല്യമുള്ള സമ്മാനങ്ങൾ സ്വീകരിച്ചുവെന്നാണ് ആരോപണം. വിലപിടിപ്പുള്ള സിഗരറ്റുകൾ മുതൽ ഷാമ്പെയിനും ആഭരണങ്ങളും വരെയുണ്ട് അക്കൂട്ടത്തിൽ. ഈ സമ്മാനങ്ങൾക്ക് പകരമായി മിൽച്ചന്റെ ബിസിനസ് താൽപര്യങ്ങൾക്ക് അനുകൂലമായ ഭരണപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്നാണ് ഒരു കേസ്. ഇസ്രായേലിലെ പ്രമുഖ പത്രമായ യെദിനോത്ത് അഹ്റോനോത്തിന്റെ ഉടമ ആർണോൺ മോസേസുമായുള്ള നെതന്യാഹുവിന്റെ ദുരൂഹമായ ബന്ധമാണ് മറ്റൊരു കേസിനാസ്പദം. പത്രത്തിൽ തനിക്ക് അനുകൂലമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയെന്നും ഇതിന് പകരമായി യെദിയോത്തിന്റെ എതിരാളികളായ ഇസ്രായേൽ ഹയോമിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നെതന്യാഹു വാഗ്ദാനം ചെയ്തെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മൂന്നാമത്തെ കേസും ഒരു മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മാധ്യമ ഭീമനായ ബെസേക്കുമായുള്ള രഹസ്യ ബന്ധമാണ് കേസിനാസ്പദം. സുഹൃത്തും ബെസേക് ടെലികോം കമ്പനിയുടെ ഉടമയുമായ ഷൗൾ എലോവിച്ചിന്റെ ബിസിനസ് താൽപര്യങ്ങൾക്ക് അനുഗുണമായി നിയമനിർമ്മാണങ്ങൾ നെതന്യാഹു നടത്തിയെന്നും പകരമായി ബെസെക്കിന് കീഴിലുള്ള ഹീബ്രു മാധ്യമം വല്ല വെബ്സൈറ്റിൽ തനിക്ക് അനുകൂലമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചുവെന്നും കേസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എല്ലാ ആരോപണങ്ങളും നെതന്യാഹു സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതേസമയം പലതവണ കേസ് നടപടികളുടെ ഭാഗമായി നെതന്യാഹുവിന് കോടതിയിൽ ഹാജരാകേണ്ടി വന്നിട്ടുണ്ട്. ഗസ യുദ്ധം കാണിച്ച് നേരിട്ട് ഹാജരാകുന്നതിന് ഒഴിവ് തേടിയിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല. അവസാനമായി ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അദ്ദേഹം കോടതിയിൽ വിചാരണയ്ക്ക് ഹാജരായത്. ഇറാനുമായുള്ള യുദ്ധം കാരണം വിചാരണ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നതാണ്. യുദ്ധം തീർന്നതോടെ വിചാരണ വീണ്ടും പുനരാരംഭിക്കാനിരിക്കുകയാണെന്നാണ് വിവരം.
കേസുകളിൽ പ്രതികൂലമായ വിധിയാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരും നെതന്യാഹുവിന്.